ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വപ്നയും ഭാനു അമ്മയും കുഞ്ഞാറ്റയും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ ഗിരിയെക്കുറിച്ച് തന്നെയാണ് അവർ പറയുന്നത്. അപ്പോൾ സ്വപ്ന പറയുകയാണ് ഭാനു അമ്മയോട്, ഒരിക്കലും ഗിരിയേട്ടൻ ഇനി അമ്മയെ സ്നേഹിക്കില്ല. മഞ്ജുവിൻ്റെ വാക്ക് കേട്ട് ഗിരിയേട്ടൻ അമ്മയെ ഈ വീട്ടിൽ നിന്നും പുറത്താക്കുക തന്നെയാണ് ചെയ്യുകയുള്ളൂ എന്ന് സ്വപ്ന പറയുമ്പോൾ കുഞ്ഞാറ്റ് പറയാണ്, സ്വപ്ന നീ പറഞ്ഞതുപോലെയല്ല, ഗിരി ഒരിക്കലും അമ്മയെ ഈ വീട്ടിൽ നിന്നും പുറത്താക്കുകയൊന്നുമില്ല. അവൻ്റെ മനസ്സ് അത്രയ്ക്ക് ക്രൂരമായ മനസ്സൊന്നുമല്ല. എൻ്റെ അച്ഛന് എല്ലാവരോടും മനുഷ്യത്വവും സ്നേഹവും ദയയും ഒക്കെയുള്ള ആളായിരുന്നു. അതേ മനസ്സ് തന്നെയാണ് ഗിരിയുടെ. മഞ്ജു ഗിരിയുടെ ആ മനസ്സ് മനസ്സിലാക്കിയിട്ട് തന്നെയാണ്, എന്തോ ലക്ഷ്യം വെച്ചിട്ട് തന്നെയാണ് മഞ്ജു ഇവിടേക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് മഞ്ജുവിനെയും ഗിരിയെയും അത്രയ്ക്ക് പെട്ടെന്നൊന്നും വേർപിരിക്കാൻ കഴിയും. മഞ്ജു ഭാനു അമ്മയോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചു എന്നറിഞ്ഞാൽ ഗിരിയുടെ സ്വഭാവം മാറും. അതാണ് ഇനി ആദ്യം ചെയ്യേണ്ടത് എന്ന് പറയട്ടോ. അപ്പോൾ സ്വപ്ന പറയുന്നുണ്ട്, മഞ്ജുവിനോട് അമ്മയും ഞാനും ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾക്ക് പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ മഞ്ജു അതിനൊന്നും തന്നെ മറുപടി തരില്ല. മഞ്ജു അതെല്ലാം തന്നെ കേട്ടോണ്ട് നിൽക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് ആ വഴി നടക്കില്ല എന്ന് പറയണം. അപ്പോൾ കുഞ്ഞാറ്റ് പറയണം, എങ്കിൽ ഒരു വഴിയുണ്ട്. ആ മഹിമയെ എന്തെങ്കിലും പറഞ്ഞാൽ ഒരിക്കലും മഞ്ജു അത് കേട്ടോണ്ട് നിൽക്കില്ല. മഹിമയെ കരുവാക്കിയിട്ട് വേണം ഇനി മഞ്ജുവിനോട് സംസാരിക്കാൻ. മഹിമയെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഭാനു അമ്മയോടും സ്വപ്നയോടും മഞ്ജു എന്തായാലും ദേഷ്യപ്പെടും. അതിൽ കയറി പിടിക്കാം നമുക്ക്, എന്നിട്ട് ഗിരിയോട് അക്കാര്യം പറയാം എന്നൊക്കെ അവർ 3 പേരും കൂടി തീരുമാനിച്ചു. അങ്ങനെ മഞ്ജുവും മഹിമയും കൂടി വീട്ടിലേക്ക് വരികയാണ്. ആ സമയത്ത് ഭാനു അമ്മയും സ്വപ്നയും കുഞ്ഞാറ്റയും കൂടി അവരോട് തടഞ്ഞു നിർത്തി സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മഞ്ജുവിനോട് പറയുകയാണ് കുഞ്ഞാറ്റ, ഒരു പോലീസുകാരിയെ ഒരിക്കലും ഈ വീട്ടിലുള്ളവർ ഇഷ്ടപ്പെടുകയോ സ്നേഹിക്കുകയോ ചെയ്തിട്ടില്ല. അങ്ങനത്തെ നീയാണ് ഇപ്പോൾ ഇവിടെ കയറി വലസുന്നത്. പോരാത്തതിന് ഇപ്പോൾ നിൻ്റെ അനിയത്തെയും വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നു എന്ന് പറയണം. അപ്പോൾ ഭാനുമ്മ പറയണ, അല്ല എനിക്ക് നല്ല സംശയമുണ്ട്. നിങ്ങൾ 2 പേരും എൻ്റെ മോൻ ഗിരിയുടെ മനസ്സ് മാറ്റി ഗിരിയെ കൂടി അറിഞ്ഞുകൊണ്ടാണോ ഈ മഹിമയെ ഈ വീട്ടിൽ കയറ്റി താമസിപ്പിക്കാൻ? ഗിരി കൂടി അറിഞ്ഞിട്ടാണെന്ന് എനിക്ക് നല്ല സംശയമുണ്ട് എന്ന് പറയട്ടോ. അപ്പോൾ മഹിമയും മഞ്ജു ഒന്നങ്ങ് പതറുകയാണ്. അപ്പോൾ മഹിമ പറയും, ഗിരിയേട്ടനെ ഞാൻ ഇവിടെ നിൽക്കുന്നത് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഞാൻ ഇവിടേക്ക് വന്നതും ഇഷ്ടമായിട്ടില്ല. അതിൻ്റെ പേരിൽ മഞ്ജു ചേച്ചിയോട് ഒരുപാട് വഴക്കിട്ടിട്ടുണ്ട് എന്ന് പറയാം. അത് ഞങ്ങൾക്ക് അത്ര വിശ്വാസമായിട്ടില്ല എന്ന് കുഞ്ഞാറ്റ് പറയുമ്പോൾ, നിങ്ങളെ വിശ്വസിപ്പിക്കേണ്ട കാര്യമൊന്നും ഞങ്ങൾക്കില്ല. ഒരു ജോലിക്കാരിയെ വിശ്വസിപ്പിക്കേണ്ട ആവശ്യവുമില്ല. ഞാൻ ഭാനു അമ്മ ചോദിച്ചതിൻ്റെ മറുപടിയാണ് പറഞ്ഞത് എന്ന് പറയുമ്പോൾ അത് കുഞ്ഞാറ്റയ്ക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അപ്പോൾ കുഞ്ഞാറ്റ് പറയാം, കണ്ടവന്മാരുടെ തിണ്ണ കയറി നിറങ്ങുന്ന നീയാണോടി എന്നോട് തർക്കുത്തം പറയുന്നത് എന്നും പറഞ്ഞ് കുഞ്ഞാറ്റ് മഹിമയെ അടിക്കാൻ വേണ്ടി കൈ ഒങ്ങാൻ കേട്ടോ. അപ്പോൾ മഞ്ജു, തൊട്ടു പോവരുത് അവളെ എന്ന് പറയും. അവളോട് മര്യാദക്ക് സംസാരിക്കണം, ഇല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കള്ളക്കേസ് ഉണ്ടാക്കി നിങ്ങളെ അകത്താക്കും എന്ന് പറയണം. അപ്പോൾ കുഞ്ഞാറ്റ ഒന്ന് പേടിച്ചു പോവാണ് കേട്ടോ. അപ്പോൾ ഭാനുമ്മ പറയുന്നുണ്ട്, ഈ വീട്ടിലെ വീട്ടുജോലിക്കാരി മാത്രം കുഞ്ഞാറ്റയ്ക്ക് ഈ വീട്ടിലുള്ള എല്ലാത്തിലും ഇടപെടാനുള്ള അധികാരവുമുണ്ട് എന്ന് ഭാനുമ്മ അങ്ങ് പറയട്ടോ. അപ്പോൾ അവളിൻ്റെ ഒരു അകന്ന ബന്ധു കൂടിയാണ്. അതുകൊണ്ട് അവൾക്ക് ആരോടും എന്തും ചോദിക്കാനുള്ള അധികാരവും അവകാശവും ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അവളെ അപമാനിച്ചാൽ അത് എന്നെ അപമാനിച്ചതിന് തുല്യമാണ് എന്ന് ഭാനുമ്മ പറയുമ്പോൾ മഞ്ജു പറയണ, മഹിമയെ മോശമായി സംസാരിച്ചത് കൊണ്ടാണ് അമ്മേ ഞാൻ അങ്ങനെ പറഞ്ഞത് എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഞാൻ മഹിമയെക്കുറിച്ച് എന്തെങ്കിലും മോശമായി പറഞ്ഞാൽ നീ എന്നെ അറസ്റ്റ് ചെയ്യുമോ? പറയടി എന്ന് ചോദിക്കും. മഞ്ജു ഒന്നും മിണ്ടാതെ തല താഴ്ത്തി നിൽക്കാൻ കേട്ടോ. അപ്പോൾ മഹിമ പറയുകയാണ്, ഭാനുമ്മയോട് ഒരിക്കലും അങ്ങനെയൊന്നും പ്രതികരിക്കില്ല. കാരണം ഭാനുമ്മ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷേ മഹിമ അങ്ങനെയല്ല. മഹിമ എന്തെങ്കിലും കണ്ടാൽ പ്രതികരിക്കുക തന്നെ ചെയ്യും. മഹിമയ്ക്ക് പറ്റാത്തത് എന്തെങ്കിലും കണ്ടാൽ ഞാൻ പ്രതികരിക്കും എന്ന് പറയുമ്പോൾ, അങ്ങനെയാണെങ്കിൽ നീ എന്നെ തല്ലുമെന്നല്ലേ പറഞ്ഞതിൻ്റെ അർത്ഥം? ഞാൻ നിനക്ക് ഇവിടെ താമസിക്കാൻ ഒരു അഭയം തന്നതാണ്. അങ്ങനത്തെ എന്നോട് തന്നെ നീ ഇത് പറയണം. തൃപ്തിയായി, ഇതിനുള്ളത് ഞാൻ നിനക്ക് തന്നിരിക്കും എന്നും പറഞ്ഞ് ഭാനുമ്മ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. അങ്ങനെ മഹിമ മഞ്ജുവും കൂടി അവിടെ നിൽക്കുന്ന സമയത്ത് മഞ്ജു പറയാണ്, ഇതിനിപ്പോൾ എന്തെല്ലാം പ്രശ്നമാണാവോ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് മഹിമയോട് മഞ്ജു പറയാണ്. അപ്പോൾ ഭാനുമ്മ പോയതിൻ്റെ ഒപ്പം തന്നെ കുഞ്ഞാറ്റയും സ്വപ്നയും കൂടി പോയിട്ടുണ്ടാവും. അങ്ങനെ മഞ്ജുവും മഹിമയും കൂടി റൂമിലേക്ക് പോവുകയാണ്. അങ്ങനെ റൂമിലെത്തിയ ശേഷം സ്വപ്നയും കുഞ്ഞാറ്റയും ഭാനുമ്മയും കൂടി പറയും, ഗിരി വന്നാൽ ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കണം, ഉണ്ടായ എല്ലാ സംഭവവും അതേപോലെ പറയണം എന്ന് കുഞ്ഞാറ്റയോട് സ്വപ്നയും ഭാനുമ്മയും പറയട്ടോ. അപ്പോൾ
അപ്പോൾ കുഞ്ഞാറ്റ പറയുന്നത് ഇതുപോലെ പറഞ്ഞാൽ ഒരിക്കലും ഗിരി മഞ്ജുവിനെ വെറുക്കുകയോ ദേഷ്യപ്പെടുകയോ അവൻ്റെ മനസ്സിൽ മഞ്ജുവിനോടുള്ള ദേഷ്യം വരികയോ ഒന്നും ചെയ്യില്ല. അതുകൊണ്ട് ഇക്കാര്യം നമുക്ക് അങ്ങനെ പറയണ്ട. ഭാനു അമ്മയും സ്വപ്നയും കൂടിയിട്ട് ഇവിടെ വിഷമത്തോടു കൂടി ഇരിക്കും. ബാക്കിയുള്ളതൊക്കെ ഞാൻ ഏറ്റു എന്ന് കുഞ്ഞാറ്റ പറയട്ടെ. എന്നിട്ട് കുഞ്ഞാറ്റ പറയുന്നുണ്ട്, ഇങ്ങനെ പറഞ്ഞാൽ മതി, മഹിമയാണ് ഇതിനൊക്കെ കാരണക്കാരി എന്നല്ല പറയേണ്ടത്, ഇതെല്ലാം തന്നെ മഞ്ജുവാണ് പറഞ്ഞത് എന്ന് പറയണം. അപ്പോൾ എന്തായാലും ഗിരിക്ക് ദേഷ്യം വരും എന്ന് കുഞ്ഞാറ്റ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അവർ സംസാരിക്കുമ്പോഴാണ് അവിടേക്ക് ഗിരി വരുന്നത്. എന്നിട്ട് ഗിരി നേരെ റൂമിലേക്ക് പോകുന്ന സമയത്ത് ഇവർ 3 പേരും കൂടി വിഷമത്തോടു കൂടി ഇരിക്കുന്നത് കാണാണ്. അപ്പോൾ ഗിരി ചോദിക്കുക, എന്താ എല്ലാവരും വിഷമിച്ചിരിക്കുന്നത്, എന്താ അവിടെ ഉണ്ടായേ എന്ന് ചോദിക്കുമ്പോൾ കേട്ടോ. അപ്പോൾ മഞ്ജു ഇങ്ങനെ ഭാനു അമ്മയോട് മോശമായി സംസാരിച്ചു, ഭാനു അമ്മയെ ജയിലിൽ വരെ കയറ്റുമെന്നൊക്കെയാണ് പറഞ്ഞത് എന്ന് പറയുമ്പോൾ ഗിരിക്കങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ. ഇവിടെ എപ്പോഴും ഓരോ പ്രശ്നങ്ങളാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ഗിരി ദേഷ്യപ്പെടുകയാണ്. ഇവിടെ പ്രശ്നമുണ്ടാക്കിയത് നിന്റെ ഭാര്യ കുഞ്ഞാറ്റ് പറയാൻ കേട്ടോ. എന്നിട്ട് സ്വപ്നയും കൂടി പറയുന്നുണ്ട്, അവൾക്ക് അമ്മയോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്ന് പോലും അറിയില്ല, അമ്മയോട് തർക്കുത്തരമൊക്കെയാണ് പറയുന്നത് എന്നും പറഞ്ഞ് എൻ്റെ അമ്മയുടെ മനസ്സ് വിഷമിപ്പിച്ച അവൾ ഇന്ന് മനസ്സമാധാനത്തോടു കൂടി ഇവിടെ ഉറങ്ങില്ല എന്നും പറഞ്ഞ് ഗിരി ദേഷ്യത്തോട് കൂടിയിട്ട് നേരെ പോവുകയാട്ടോ റൂമിലേക്ക്. അപ്പോൾ കുഞ്ഞാറ്റയും ഭാനു അമ്മയും സ്വപ്നയും കൂടി പറയുകയാണ്, ഇന്ന് എന്തായാലും മിനിറ്റ് കണക്കിന് കിട്ടും ഉറപ്പാണ്, അതുകൊണ്ട് ഭാനു അമ്മയും സ്വപ്നയും കൂടി റൂമിലേക്ക് പോയിക്കോ, ഞാൻ അവരുടെ റൂമിൽ എന്താണ് നടക്കുന്നത് എന്ന് നോക്കിയിട്ട് വരാമെന്നും പറഞ്ഞ് കുഞ്ഞാറ്റയും നേരെ ഹോളിലേക്ക് പോവാൻ കേട്ടോ. എന്നിട്ട് ഗിരിയാണെങ്കിലോ റൂമിൽ ചെല്ലുന്ന സമയത്ത് മഞ്ജു ഡ്രസ്സൊക്കെ തുന്നിക്കൊണ്ടിരിക്കുക കേട്ടോ. ഒരു സൂചി നൂലെടുത്തത് തുന്നാണ്. ആ സമയത്താണ് ഗിരി ദേഷ്യപ്പെട്ട് കയറി വന്നിട്ട് കഥകങ്ങ് അടയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ കഥകിൻ്റെ പുറത്ത് കുഞ്ഞാറ്റ ചെവി ഓർത്ത് നിൽക്കുന്നുണ്ട്. എന്നിട്ട് ഗിരി ദേഷ്യത്തോടു കൂടി മഞ്ജുവിനോട് പറയുകയാണ്, നീ എന്താ എപ്പോഴും ഈ വീട്ടിൽ പ്രശ്നമുണ്ടാക്കാനാണോ ശ്രമിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, ഞാനൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ, ഞാൻ ഒരു പ്രശ്നവും ഉണ്ടാക്കിയിട്ടില്ല ഗിരിയേട്ട എന്ന് പറയുമ്പോൾ, നീ വെറുതെ ഓരോ കാര്യങ്ങൾ പറയേണ്ട, അമ്മ നല്ല വിഷമിച്ചിട്ടാണ് ഇരിക്കുന്നത്, അമ്മയോട് നീ പറഞ്ഞു ഞാൻ അറിഞ്ഞിട്ടുണ്ട് എന്ന് ഗിരി ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുന്ന കുഞ്ഞാറ്റ സന്തോഷമാവുകയാണ്. അപ്പോൾ കുഞ്ഞാറ്റ അങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്, ഇന്ന് എന്തായാലും മഞ്ജുവിനിട്ട് ഒന്ന് കൊടുക്കുക തന്നെ ചെയ്യും. ഗിരിക്ക് അത്രയ്ക്ക് ദേഷ്യം, ഗിരി അത്രയ്ക്ക് മനസ്സലിവില്ലാത്തവനാണോ എന്നൊക്കെ അങ്ങനെ സ്വയം കുഞ്ഞാറ്റ പറയാൻ കേട്ടോ. എന്നിട്ട് മഞ്ജു ഗിരിയേട്ട അങ്ങനെയല്ല എന്ന് പറയണേ. അപ്പോഴത്തേക്കും ഗിരി കൈ അങ്ങ് തട്ടാണ് കേട്ടോ, മഞ്ജുവിൻ്റെ കൈ അങ്ങ് തട്ടാണ്. ആ തട്ടിയതോടുകൂടി ഗിരിയുടെ ദേഹത്ത് ഗിരിയുടെ കയ്യിലങ്ങ് മഞ്ജുവിൻ്റെ കയ്യിലുണ്ടായിരുന്ന സൂചി അങ്ങ് കോറുകയാണ്. അങ്ങനെ ഗിരിയുടെ കയ്യിൽ നിന്നും ചോര വരികയാണ്. അപ്പോൾ അത് കാണുമ്പോൾ മഞ്ജുവിന് ആകെ പേടിയാവുകയാണ്. അപ്പോൾ മഞ്ജുവിന് പെട്ടെന്ന് ചോര കണ്ടതോടുകൂടി തല കറങ്ങി വീഴാൻ പോവാട്ടോ. അപ്പം ഗിരി അങ്ങ് പിടിക്കുകയാണ് കേട്ടോ മഞ്ജുവിനെ. എന്നിട്ട് കട്ടിലിൽ അങ്ങ് ഇരുത്തുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ കയ്യിൽ വേദനയും എൻ്റെ കയ്യിൽ ചോരയുമായി, എന്നിട്ട് നീയാണോ തല കറങ്ങി വീഴുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ചോര എന്നുള്ള വാക്കുകളൊക്കെയാണ് കേട്ടോ കുഞ്ഞാറ്റ പുറത്ത് നിന്ന് കേൾക്കുന്നത്. അപ്പോൾ മഞ്ജുവിനെ ഗിരി അടിച്ചത് കൊണ്ട് ചോര വന്നതാണ് എന്ന് കുഞ്ഞാറ്റ തെറ്റിദ്ധരിക്കുകയാണ്. എന്നിട്ട് സന്തോഷത്തോടു കൂടി കുഞ്ഞാറ്റ നേരെ സ്വപ്നയുടെയും ഭാനുമ്മയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് പറയുകയാണ്, ഗിരി നന്നായിട്ട് തന്നെ മഞ്ജുവിനെ അടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് മഞ്ജുവിൻ്റെ ചോരയൊക്കെ വന്നു എന്ന് പറയുന്നുണ്ട് എന്ന് പറയുമ്പോൾ സ്വപ്നയ്ക്ക് അത് കേൾക്കുമ്പോൾ സന്തോഷമായിട്ട് സ്വപ്ന പറയാൻ, ഇന്ന് ഞാൻ കൂടി അവിടേക്ക് ചെല്ലട്ടെ, എന്നിട്ട് കുറച്ച് എരിവിരി കയറ്റി കൊടുക്കട്ടെ എന്ന് പറയുമ്പോൾ, അത് വേണ്ട, നീ ഇപ്പോൾ അവിടേക്ക് പോകണ്ട, നീ പോയി കഴിഞ്ഞാൽ തണുക്കുകയുള്ളൂ, അവിടെ ശാന്തമാവും, അപ്പോൾ പിന്നെ ഒന്നും നടക്കില്ല. ഇപ്പോഴാവുമ്പോൾ അവരുടെ വഴക്ക് ഒരിക്കലും മാറാനും പോകുന്നില്ല, അവർ രണ്ടുപേരും വഴക്കിട്ട് ഒരു പരുവമായിട്ടാവും ഇന്നത്തെ ദിവസം രാത്രി കഴിച്ചു കൂട്ടുക എന്നൊക്കെയാണ് കേട്ടോ കുഞ്ഞാറ്റ അവരോട് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഭാനുമ്മ പറയുന്നുണ്ട്, എൻ്റെ മോന് എന്നെ എന്തെങ്കിലും ആരെങ്കിലും ചെയ്തു എന്ന് അറിഞ്ഞാൽ ഒരിക്കലും എൻ്റെ മോൻ ക്ഷമിക്കില്ല, അവരോട് പിന്നെ ഒരു കരുണയും കാണിക്കില്ല എന്നൊക്കെ ഭാനുമ്മ പിന്നെ അവരോട് പറയുകയാണ്. ഈ സമയത്ത് മഞ്ജുവിൻ്റെ റൂമിൽ നിന്നും ഗിരി ഇങ്ങനെ അവിടെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഗിരിയുടെ അടുത്തേക്ക് മഞ്ജു, കയ്യിൽ ചോര വരുന്നുണ്ടല്ലോ ഗിരിയേട്ട, ഞാനിപ്പോൾ ടാപ്പ് ഒട്ടിച്ച് തരാമെന്നും പറഞ്ഞ് എളുപ്പം ഒരു ടാപ്പൊക്കെ ഒട്ടിച്ച് കൊടുക്കുകയാണ് കേട്ടോ, കയ്യിൽ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് മഞ്ജുവിൻ്റെ ആ വെപ്രാളവും ഒരു കരുതലുമൊക്കെ കാണുമ്പോൾ ഗിരിക്ക് നല്ല സന്തോഷമാവുന്നുണ്ട്. ഗിരി കണ്ണെടുക്കാതെ മഞ്ജുവിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. ഒരു ചെറിയ മുറിവായപ്പോഴത്തേക്കും എന്നെ പരിചരിക്കുന്നത് മഞ്ജുവിന് എത്ര ഒരു ടെൻഷനായിട്ടാണ് എന്നൊക്കെയാണ് കേട്ടോ ഗിരിക്ക് മഞ്ജുവിനെ കുറിച്ച് മനസ്സിൽ ചിന്തിക്കുന്നത്. എന്നിട്ട് മഞ്ജു എല്ലാ കാര്യവും ഗിരിയോട് വിശദമായി പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ, ഇവിടെ ഉണ്ടായത് ഇങ്ങനെയാണ് എന്നൊക്കെ പറയണം. അപ്പോൾ മഹിമയോട് ഒരിക്കലും ഇവിടെയുള്ളവരോട് ഇങ്ങനെ സംസാരിക്കരുത് എന്ന് പറയണം എന്ന് പറയുമ്പോൾ, അതിന് ഗിരിയേട്ട സ്വപ്നയെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും മോശമായി പറഞ്ഞാൽ ഗിരിയേട്ടൻ ക്ഷമിച്ച് കേട്ടു നിൽക്കുമോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല, ഒരിക്കലുമില്ല, അതുപോലെയാണ് എനിക്ക് മഹിമയെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് കേട്ടു നിൽക്കാൻ
കഴിയില്ല, എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ എന്ന് പറയുമ്പോൾ പക്ഷേ സ്വപ്നയുടെയും മഹിമയുടെയും കാര്യം രണ്ടും രണ്ടാണ്. മഹിമയ്ക്ക് സ്വന്തമായിട്ട് ഒരു വീടില്ലാതെയാണ് നിൽക്കുന്നത്. സ്വപ്നയ്ക്ക് അങ്ങനെയല്ല. അതുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടില്ല എന്ന് വെച്ച് നടക്കണം. അത് മഹിമയോട് നീ പറഞ്ഞു കൊടുക്കണം. ഈ വീട്ടിൽ താമസിക്കുമ്പോൾ ഈ വീട്ടിലുള്ളവരെ അനുസരിച്ചിട്ട് വേണം ജീവിക്കാൻ. അത് നീ മഹിമയോട് പറഞ്ഞു കൊടുക്കണം എന്നും പറഞ്ഞ് ഗിരി അവിടെ നിന്നും പോവാൻ വേണ്ടി നിൽക്കുമ്പോൾ മഞ്ജു ഗിരിയേട്ട എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ഞാൻ ഒരിക്കലും ഈ വീടിൻ്റെ ഭാഗമാവില്ലേ ഗിരിയേട്ട എന്ന് ചോദിക്കുമ്പോൾ പോലീസുകാർ ചെയ്തതൊന്നും ഒരിക്കലും അത്രയ്ക്ക് പെട്ടെന്നും ഞങ്ങളൊന്നും മറക്കില്ല എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലായി ഗിരിയേട്ട, പോലീസുകാർ ചെയ്തതൊന്നും ഈ വീട്ടിലുള്ളവർക്ക് പെട്ടെന്ന് മറക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞില്ലേ. പക്ഷേ ഗിരിയേട്ടൻ എന്നെ നിരുത്സാഹപ്പെടുത്തി. ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും, സ്വപ്നയും അമ്മയും എന്നെ അംഗീകരിക്കുന്ന ഒരു ദിവസം വരും എന്ന് പറയുമ്പോൾ ഗിരി പുഞ്ചിരിച്ചുകൊണ്ട് മഞ്ജുവിനോട് പറയുകയാണ് അങ്ങനെ ഒരു ദിവസം എത്രയും പെട്ടെന്ന് വരട്ടെ എന്നും പറഞ്ഞ് ഗിരി അവിടെ നിന്നും പോവുകയാണ് കേട്ടോ. പിറ്റേ ദിവസം തന്നെ ഭാനു അമ്മയ്ക്ക് കുഞ്ഞാറ്റ ഭക്ഷണമൊക്കെ കൊടുക്കുകയാണ്. ആ സമയത്ത് കുഞ്ഞാറ്റ പറയുന്നുണ്ട് ഗിരി നന്നായിട്ട് തന്നെ മഞ്ജുവിനോട് പെരുമാറിയിട്ടുണ്ട്, മഞ്ജുവിനെ കണ്ടാൽ അറിയാം അവരിന്നലെ രാത്രി ഉറങ്ങിയിട്ട് പോലും ഉണ്ടാവില്ല എന്നൊക്കെ പറയണ്ട. ആ സമയത്താണ് മഞ്ജു താഴേക്ക് വരുന്നത്. അങ്ങനെ മഞ്ജുവിനെ കാണുന്ന സമയത്ത് കുഞ്ഞാറ്റ പറയുകയാണ് ഗിരിയുടെ കയ്യിൽ നിന്നും കണക്കിന് കിട്ടിയിട്ടുണ്ടല്ലോ, ഗിരി നിന്നെ അടിക്കാത്തത്, ഗിരി പെണ്ണുങ്ങളെ അടിക്കാത്തത് കൊണ്ട് നീ രക്ഷപ്പെട്ടു എന്ന് പറയട്ടോ. അപ്പോഴൊക്കെ മഞ്ജു ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. നീ വിചാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ, നിന്റെ ജോലി അങ്ങ് രാജിവെച്ചേക്ക്, എന്നിട്ട് ഈ വീട്ടിലുള്ളവരെ നല്ലതുപോലെ സ്നേഹിച്ച് ജീവിക്കാൻ പഠിക്കുക, അതാണ് ഒരു പെണ്ണ് ആദ്യം ചെയ്യേണ്ടത്. അങ്ങനെ ഇവർ സംസാരിക്കുന്നത് കേട്ടുകൊണ്ടാണ് കേട്ടോ ഗിരി താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഭാനുമ്മ പറയുകയാണ് അതിന് ഇവൾ ഈ വീടിനെ രക്ഷിക്കാൻ വേണ്ടി വന്നവളല്ലല്ലോ, ഇവൾ വലതുകാലി വെച്ച് കയറി വന്നിരിക്കുന്നത് ഈ വീടിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറയട്ടോ. അപ്പോൾ ഗിരിക്ക് ഒട്ടും തന്നെ പിടിക്കുന്നില്ല. മഞ്ജുവിനെ എപ്പോഴും ഇങ്ങനെ ഓരോ കാര്യത്തിൽ കുറ്റപ്പെടുത്തി മോശമായി സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ ഗിരി ഭാനുമ്മയുടെ അടുത്തേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ ഭാനുമ്മ ചോദിക്കാൻ മോനെ നീ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഇന്ന് ഇവിടെ ഇരിക്കുക കഴിച്ചോ എന്ന് പറയുമ്പോൾ വേണ്ട, എനിക്കിന്ന് ഹോട്ടലിൽ പോയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് ഞാൻ അവിടെ നിന്നും ഭക്ഷണം കഴിച്ചോളാം എന്നും പറഞ്ഞ് ഗിരി അവിടെ നിന്ന് പോവാൻ വേണ്ടി നിൽക്കുകയാണ്. അയ്യോ മോനെ നിന്റെ കൈക്ക് എന്ത് പറ്റി എന്ന് ചോദിക്കും. അത് അമ്മേ കസേരയുടെ ആണി ഇളകി നിൽക്കുന്നുണ്ടായിരുന്നു, ഞാൻ കണ്ടില്ല, അപ്പോൾ കൈമിലൊന്ന് കോറിയതാണ് എന്ന് പറയാണ്. എന്നിട്ട് ഗിരി അവിടെ നിന്ന് പോയി കഴിഞ്ഞ ശേഷം ഭാനുമ്മ വീണ്ടും മഞ്ജുവിനോട് പറയുകയാണ് എൻ്റെ മോൻ്റെ കഷ്ടകാലം, എൻ്റെ മോന് കല്യാണം കഴിഞ്ഞ അന്നു മുതൽ തുടങ്ങിയതാണ് ഈ ദുരിതം എന്നൊക്കെ പറഞ്ഞ് മഞ്ജുവിനെ വീണ്ടും കുറ്റപ്പെടുത്തുകയാണ് കേട്ടോ. അപ്പോഴാണ് അവിടേക്ക് മഹിമ വരുന്നത്. അങ്ങനെ മഹിമ ഒരു കൂസലും കൂടാതെ മഹിമ നേരെ അവിടെ പോയിട്ടാണ്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഭാനുമ്മ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മഹിമയും ഒപ്പം തന്നെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക കേട്ടോ. അപ്പോൾ കുഞ്ഞാറ്റ പറയുകയാണ് ഈ വീട്ടിലേക്ക് വലിഞ്ഞു കയറി വന്നവരൊക്കെ ഒപ്പത്തിനൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന അവസ്ഥ എത്തിയല്ലോ ഭാനുമ്മേ എന്ന് കുഞ്ഞാറ്റ കളിയാക്കിയ മട്ടിൽ മഹിമയെ ചേർത്ത് പറയാൻ കേട്ടോ. അപ്പോൾ മഹിമയാണെങ്കിൽ അവരെ ഒന്നും ഒരു കൂസലും കൊടുക്കാതെയാണ് ഭക്ഷണം അവരുടെ മുന്നിൽ വെച്ചിരുന്ന് കഴിക്കുന്നത്. അപ്പോൾ കുഞ്ഞാറ്റ പറയുകയാണ് ഇങ്ങനെ കൂസലില്ലാതെ കഴിക്കുന്നവർക്ക് എന്ത് ശിക്ഷയാണ് ഭാനുമ്മയെ കൊടുക്കുക എന്ന് പറയുമ്പോൾ മഹിമ പറയുകയാണ് ഇതിൽ കൂടുതൽ ശിക്ഷ ഇനി എന്താണ് തരാനുള്ളത്, ഈ ഭക്ഷണം കഴിക്കുന്നവരെ അത്രയ്ക്കധികം സമ്മതിക്കേണ്ടേ എന്ന് പറയുമ്പോൾ കുഞ്ഞാറ്റ പറയും ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണത്തിനെ കുറിച്ച് ആരും ഇതുവരെ കുറ്റം പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ അത് പേടിച്ചിട്ടായിരിക്കും, ഭക്ഷണം കൊടുക്കുന്ന ആളുടെ മനസ്സ് അത്രയ്ക്ക് നല്ല മനസ്സല്ല എന്നുള്ളത് ഈ ഭക്ഷണം കഴിച്ചാൽ മനസ്സിലാവും, ഇതെങ്ങാനും കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭക്ഷണത്തിൽ ചിലപ്പോൾ വിഷം കുഴർത്തി കൊടുത്തെങ്കിലോ എന്ന് പേടിച്ചിട്ടായിരിക്കും ആരും ഒന്നും പറയാതെ കഴിക്കുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ കുഞ്ഞാറ്റയ്ക്ക് ഇങ്ങനെ ദേഷ്യം വരികയാണ് കേട്ടോ. എന്നിട്ട് മഹിമ ചോദിക്കുകയാണ് അല്ല ഭാനുമ്മ കഴിക്കുന്നില്ലേ, ഭക്ഷണം കഴിച്ച് പടം വരയ്ക്കുകയാണല്ലോ, എന്താ ഒന്നും കഴിക്കാത്തത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ മഹിമ. അത് ചോദിച്ചതോടുകൂടി ഭാനുമ്മയ്ക്ക് ദേഷ്യം വന്നിട്ട് മഹിമയുടെ സംസാരവും മഹിമ അവിടെ വന്നിരുന്ന് ഭക്ഷണം കഴിക്കുന്നതും ഒന്നും ഇഷ്ടപ്പെടാഞ്ഞിട്ട് ദേഷ്യത്തോട് കൂടിയിട്ട് നോക്കിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോഴൊക്കെ മഞ്ജുവിന് നല്ല പേടി വരുന്നുണ്ട്. മഹിമ ഒരു കൂസലും കൂടാതെയാണ് ഭാനുമ്മയോടും കുഞ്ഞാറ്റയോടും ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ഇനി എന്തൊക്കെ പ്രശ്നങ്ങളാണാവോ ഉണ്ടാവുക എന്നുള്ള പേടിയിലാണ് കേട്ടോ മഞ്ജു തൊട്ടരിക്കുന്നത്. അടുത്ത എപ്പിസോഡിൽ ശാലിനി ഗിരിയുടെ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. എന്നിട്ട് കുഞ്ഞാറ്റയോട് പറയുന്നുണ്ട് മഞ്ജു എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല, ഒരിക്കലും മഞ്ജുവും ഗിരിയും സന്തോഷത്തോടു കൂടി ജീവിക്കില്ല, ഞാൻ തന്നെ ഗിരിയെ സ്വന്തമാക്കിയിരിക്കും എന്ന് പറയണം. അത് കേൾക്കുമ്പോൾ കുഞ്ഞാറ്റയ്ക്ക് നല്ല സന്തോഷമാവാണ്. പിന്നീട് ശാലിനി മഞ്ജുവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. അപ്പോൾ മഹിമയും ഒപ്പം ഉണ്ടാവും എന്ന് ശാലിനി പറയുകയാണ് മഞ്ജുവും ഗിരിയും തമ്മിൽ പിരിയാനുള്ള അവസരം വരെ ഒന്നും ഞാൻ കാത്തു നിൽക്കില്ല, അതിൻ്റെ മുന്നേ തന്നെ ഗിരിയും ഞാനും ഒന്നു ചേരുമെന്ന് പറയട്ടോ. അത് കേൾക്കുമ്പോൾ മഹിമ പറയുകയാണ് ഒരു പെണ്ണ് മറ്റൊരാളുടെ വെപ്പാട്ടിയാവാൻ വേണ്ടിയിട്ട് ഇത്ര തിടുക്കം കാണിക്കുന്നത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അത് മഹിമ പറഞ്ഞതോടുകൂടി ശാലിനി മഹിമയെ അടിക്കാൻ വേണ്ടി കൈ ഓങ്ങാൻ കേട്ടോ. പക്ഷേ മഹിമയെ അടിക്കുന്ന ആ കൈ തടയുന്നത് മഞ്ജു ആയിരിക്കും കേട്ടോ. മഞ്ജു ശാലിനിയുടെ കൈ അങ്ങ് പിടിക്കുകയാണ്. എന്നിട്ട് മഹിമയെ തൊട്ടു പോവരുത് എന്ന് മഞ്ജു പറയട്ടോ. അപ്പോൾ മഞ്ജുവിൻ്റെ ആ ഒരു ധൈര്യമൊക്കെ കാണുമ്പോൾ മഹിമയ്ക്ക് നല്ല സന്തോഷമാവാണ്. ചേച്ചിക്ക് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്, കുറേശ്ശെ ചേച്ചിയുടെ മനസ്സിലെ പേടി മാഞ്ഞു പോകുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ മഹിമ
മഹിമ മനസ്സിൽ ചിന്തിക്കുകയാണ് കേട്ടോ. പിന്നീട് ശാലിനി നേരെ ഗിരിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ഗിരിയോട് ഒരുപാട് നുണകൾ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ മഹിമയെക്കുറിച്ചിട്ട്. മഹിമയെ ഈ വീട്ടിൽ നിന്നും എങ്ങനെയെങ്കിലും പുറത്താക്കണം എന്നുള്ള ചിന്തയായിരിക്കും കേട്ടോ ശാലിനിയുടെ മനസ്സിലും ഉണ്ടാവുക. അങ്ങനെ ശാലിനി മഹിമയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ ഗിരിയോട് പറഞ്ഞു കൊടുക്കുമ്പോൾ ഗിരി അതൊക്കെ വിശ്വസിക്കും എന്നായിരിക്കും കേട്ടോ ശാലിനി വിചാരിച്ചിട്ടുണ്ടാവുക. അങ്ങനെ മഞ്ജുവും മഹിമയും കൂടിയിട്ട് ഗിരിയും ശാലിനിയും കൂടി സംസാരിക്കുന്ന ആ ഭാഗത്തേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ ഗിരി ദേഷ്യത്തോട് കൂടിയിട്ട് മഹിമയെ നോക്കുന്നുണ്ട്. പക്ഷേ ശാലിനി വിചാരിക്കുന്നതൊന്നും തന്നെ നടക്കാൻ പോകുന്നില്ല. ശാലിനിയുടെ സ്വഭാവത്തെക്കുറിച്ച് ഗിരിക്ക് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെ അതൊക്കെ മൈൻഡ് ചെയ്യാതെ ആയിരിക്കും കേട്ടോ ഗിരി ഉണ്ടാവുക.